My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് ഉണ്ട്, ഓക്കെ, ഫ്രം മൈ സ്പിരിറ്റ്. അതായത് നിങ്ങൾ എന്ത് ആണോ ഈ സമയം ഡീൽ ചെയ്യുന്നത്, അത് നിങ്ങളുടെ ലൈഫിൻ്റെ പിന്നീട് നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പില്ലറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓർ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷനായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം കാണാൻ സാധിക്കും. ഓക്കെ, എന്ത് അവസ്ഥയാണോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. സോ ഇത് ചില ആളുകൾക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ജേണിയാണ്, ചില ആളുകൾക്ക് കുറച്ചൊരു ടഫ് ആയിട്ടുള്ളൊരു ജേണി കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. വാട്ട് എവർ, ഈ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്നൊരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതൊരിക്കലും ഒരു വിഷമായിട്ടല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, സോ എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കാര്യം പരിഹരിക്കാം, എങ്ങനെ നിങ്ങൾക്ക് അതിന് പുറത്തേക്ക് വരാം, എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കാര്യം സോൾവ് ചെയ്യാം, അവിടെ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു ക്ഷമ കാണിക്കുക, നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ കാണിക്കുക, നിങ്ങളൊരു കൺസിസ്റ്റൻസി നിങ്ങൾ കാണിക്കുക. ഓക്കെ, സോ ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് പോകരുത്, നിങ്ങൾ ഓടിപ്പോകേണ്ട കാര്യമില്ല, ചിലത് അവിടെ നിന്ന് ഫേസ് ചെയ്യുക, ടൈം കൊടുക്കുക. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ധൃതി കാണിച്ച് മുന്നോട്ട് പോകണ്ട, നിങ്ങൾ പിറകോട്ടും പോകണ്ട, നിങ്ങൾക്ക് സമയം കൊടുക്കുക. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കുക. ചില സമയത്ത് നിങ്ങൾക്ക് റെസ്റ്റ് വേണം, ചില സമയത്ത് നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് ഒരു ബ്രേക്ക് കൊടുക്കുക. ഓക്കെ, ഒരുപാട് റഷ് ചെയ്യേണ്ട, എന്തവസ്ഥയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡീൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. ബിക്കോസ് എന്താണോ ഈ സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അത് നിങ്ങളുടെ ഒരു ടൈമിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷൻ ആവാൻ പോകുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാവാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ് ആ ഒരു കാര്യം. ഓക്കെ, ബിക്കോസ് ഇത് നിങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളെന്ന വ്യക്തിയെ നിന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ഒരു ഹിസ്റ്ററിയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇതിന്ന് നിങ്ങൾ പുറത്തേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ഫേസ് നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾ ഒരിക്കലും ഒരു വേദനയായിട്ടോ ഒന്നുമല്ല നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഓർമ്മയിലേക്ക് നിങ്ങൾ തിരിച്ചു നോക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ഒരു ഫേസ് നിങ്ങൾക്ക് വളരെ ഇൻസ്പിറേഷൻ തരുന്നതോ, നിങ്ങൾക്ക് വലിയൊരു മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യമോ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റോ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമോ ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, അല്ലെ? നിങ്ങൾക്ക് എന്തോ ഒരു എക്സ്ട്രീം ഓഫ് ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്, സോൾഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ചില ആളുകൾ കണക്ട് ചെയ്യുന്നുണ്ട്, യാത്രകൾ ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾക്ക്, റൈറ്റ്? സോ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന്റെ കൂടെ ഈ ഒരു സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരുടെയോ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? ചില ആളുകൾക്ക് അത്രയും ഒരു നിങ്ങളുടെ ഏറ്റവും ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, അല്ലെ? ഇമോഷണലി ഒരുപാട് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്, ഫിസിക്കലി, മെന്റലി, എനർജറ്റിക്കലി നിങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടും കണക്ട് ആയിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതേസമയം നിങ്ങൾ ചില ആളുകൾക്കെങ്കിലും നിങ്ങൾക്കൊരു ഹെവി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക, റൈറ്റ്? നിങ്ങൾ ലൈക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വളരെ സ്ലോ ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് പോകുന്നുണ്ടായിരിക്കാം, റൈറ്റ്? ഇറ്റ്സ് ലൈക്ക് ചില സമയത്ത് നമുക്ക് സമയമൊക്കെ പെട്ടെന്ന് പോവാത്തത് പോലെ തോന്നും, അല്ലെ? നിങ്ങൾ പെട്ടെന്ന് സമയം പോവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്? ബിക്കോസ് നിങ്ങൾ വിചാരിക്കുക എന്നാലേ നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്തു വരാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. സോ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന ഗുഡ് ഓർ ബാഡ് എക്സ്പീരിയൻസ് റൈറ്റ് നൗ ഗൈസ്, അത് നിങ്ങളുടെ ചരിത്രത്തിലുള്ളതാണ്, അത് ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, ഓർ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആണ് പിന്നീട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്. സെൽഫ് ലവ്. ബിക്കോസ് ഈ ഒരു സമയം നല്ലതോ നിങ്ങൾക്ക് വിഷമുണ്ടാക്കുന്ന അനുഭവം ആയിക്കോട്ടെ, നിങ്ങൾ സെൽഫ് ലവ് എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, റൈറ്റ്? ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഇല്ലാത്ത സ്ഥലത്തായിരിക്കാം നിങ്ങൾക്ക് എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ഈ ഒരു സമയത്ത് വീണ് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെ? സോ ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്ന സമയത്ത്, ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത്, ചില റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത്, റൈറ്റ് പ്ലേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നമ്മളോട് വലിയൊരു ഇഷ്ടം തോന്നും, അല്ലെ? അപ്പോഴാണ് നമുക്ക് ജീവിതത്തിനോടൊരു ഇഷ്ടം തോന്നുക, ജീവിതം ആസ്വദിച്ച് തുടങ്ങാം. ചില ആളുകൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാം ഈ ഒരു അവസ്ഥ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സോ ഇവിടെ അഗെയിൻ നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് കാണിക്കേണ്ടത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി
എന്താണോ നിങ്ങൾക്ക് എക്സാക്ട്ലി വേണ്ടത്, എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്കാണ് നിങ്ങൾ ഡീപ്പായിട്ട് നോക്കേണ്ടത്. നിങ്ങളുടെ ഇന്നർ സെൽഫിൽ എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ആണോ, എന്തൊക്കെ ഡിസയർ ആണോ, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, അത് ലിസൺ ചെയ്താൽ മാത്രം പോരാ. അവിടെ റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ആക്ഷൻ, ഓരോ പ്രവൃത്തികളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ സാധിക്കണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു ട്രൂ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷൻ, സെൽഫ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കണം. സോ എന്താണെന്നുണ്ടെങ്കിലും ഗുഡ് ഓർ ബാഡ്, നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാർമണി ഉണ്ടാവുന്നുണ്ട്, ഐക്യം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറായിട്ട്, ഓർ നിങ്ങൾ ആരെയാണോ പാർട്ട്ണറായിട്ട് കാണുന്നത്, ചില ആളുകളുമായിട്ട് നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്യുന്നുണ്ട്, റീകണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ആൻഡ് അഗെയിൻ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതെങ്കിലും അത് നിങ്ങൾ ഒരുപാട് ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ബേർഡൻസ് ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നല്ലൊരു സ്പേസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരുപാട് ലൈറ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരവും മനസ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, ഈവൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ക്ലെൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ചില റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്, ചില ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈവൻ ചില സത്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു ക്ലോഷർ കിട്ടാണ് അവിടെ, അല്ലെ? സോ അതുവഴിയാണ് നിങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടാവുന്നത് പുതിയ കാര്യത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു എംപ്റ്റിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. റൈറ്റ്? സോ ചില ആളുകൾ നിങ്ങളുടെ ഏജിന്റെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഏജിനെ പറ്റിയിട്ട് ബോധർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏജ് സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കണം. സോ അവിടെ എന്തോ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് ചില കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ഏജ് ഇത്രയാണ്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇന്ന കാര്യത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് നിങ്ങൾ ചില തീരുമാനം എടുക്കേണ്ടത്, ഈ ഒരു സമയത്താണ് നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്, നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ചില റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സംഭവം നിങ്ങളുടെ ഏജ് എവിടേക്കോ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഏജിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൺസേൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വറി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇവൻ നിങ്ങളുടെ 20-ലായിക്കോട്ടെ, 30-ലായിക്കോട്ടെ, 40-ലായിക്കോട്ടെ, 50-ലായിക്കോട്ടെ, 60-ലായിക്കോട്ടെ, ഈവൻ 70-ലായിക്കോട്ടെ, ഈവൻ 80-ലായിക്കോട്ടെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണം തോന്നുന്നുണ്ടെങ്കിലോ, യു ഗൈസ് ആർ നോട്ട് ടു ലേറ്റ്. ഓക്കെ, ഈവൻ നിങ്ങൾ ഒരുപാട് ഏജ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ തിരിച്ചറിവുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നും ലൈക്ക് ഈ ഒരു ഏജിലൊക്കെ ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് എന്താണെന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങളെന്ന സോൾ ഉണ്ട്, അല്ലെ? സോളിന് അവിടെ പ്രായം ഉണ്ടാവുന്നില്ല, സോളിന് അവിടെ മരണം ഉണ്ടാവുന്നില്ല. റൈറ്റ്? സോ നിങ്ങൾക്ക് ഏത് ഏജിൽ ഓരോ കാര്യങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിലും, ഓരോ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സോൾ അവിടെ എവേക്കൻ ആവുകയാണ്, നിങ്ങളുടെ സോൾ അവിടെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരുപാട് കർമ്മ നിങ്ങളുടെ സോളിന്റെ ഹീൽ ചെയ്യാണ്, ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാണ് അവിടെ. ഓക്കെ, സോ അതൊരു പുതിയൊരു പ്ലേസിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ്, അല്ലെ? അത് ഡീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സമയത്ത് ഞാൻ ഇനി എന്ത് ചെയ്യാനാ, ആരെ കാണിക്കാനാ, എന്ത് ചെയ്യാനാ, എന്തിനാ മാറുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടിയാണ് അത്. ഓക്കെ, സോ നിങ്ങളുടെ സോൾ ക്ലെൻസ് ചെയ്യാനോ, നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യാനോ നിങ്ങളുടെ ഏജ് അവിടെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്, ക്രിയേഷൻ. ഓൾറൈറ്റ്, സോ എന്തൊരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവാനുള്ളൊരു ഒരു ആഗ്രഹം നിങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ, നിങ്ങളുടെ വളരെ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്ന സമയത്തോ, ഓർ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു മിഷനിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കണം. റൈറ്റ്? നിങ്ങൾ എന്തൊരു കാര്യത്തെ പറ്റി ചെയ്യാൻ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, എന്തൊരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊരു കാര്യം നിങ്ങൾ ഒരുപാട് റെസ്റ്റ്ലെസ് ആക്കുന്നുണ്ട്. റൈറ്റ്? നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ തോന്നുന്നുണ്ടാവില്ല. എന്തൊരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്നായിരിക്കാം നിങ്ങൾക്കൊരു ഫോഴ്സ് ഉണ്ടാവുന്നത്, ലൈക്ക് ഓക്കെ ചെയ്യൂ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഇന്നർ വോയിസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അതായിരിക്കും നിങ്ങൾ ഒരുപാട് റെസ്റ്റ്ലെസ് ആക്കുന്നത്. ഓക്കെ, ഒരു ധൃതി എവിടേക്കോ കാണിക്കുന്നുണ്ട്. മേ ബി ചില ആളുകൾ നിങ്ങൾ വരി ചെയ്യുന്നുണ്ട്, ടൈം, ഏജ്, സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് കൺസേൺ ആവുന്നുണ്ട്. ഒരുപാട് തിരക്ക് നിങ്ങൾ കാണിക്കാതിരിക്കുക. ഓക്കെ, ഇപ്പൊ എന്ത് മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക്
ചിലത് പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നുന്നത് അതിൻ്റെ ഒരു റൈറ്റ് ടൈമിലായതുകൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് കണ്ടീഷൻസ് നിങ്ങൾക്ക് കൊടുക്കാതെ ഇരിക്കുക. എന്താണ് ഈ ഒരു സമയത്ത് എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആക്ഷൻ? സ്ലോലി നിങ്ങൾ അത് ചെയ്യുക. ഇത്രയും സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ വരും, ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് ഇത് ചെയ്തു തീർക്കണം, ഈ ഒരു വയസ്സിനുള്ളിൽ ചെയ്തു തീർക്കണം. നോ, നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കോളൂ. മേ ബി ലൈക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വേഗത്തിലായിരിക്കാം ചില കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്തു തുടങ്ങുക, നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ എൻഗേജ്ഡ് ആവുക. സോ അവിടെ നിങ്ങൾ ഒരുപാട് പ്രഷർ നിങ്ങൾ ഇതുപോലെ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ബിക്കോസ് നിങ്ങൾ അങ്ങനെ കണ്ടീഷൻ വെക്കേണ്ട കാര്യമില്ല, ഇത്ര സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് വേണം എന്നുള്ളത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ കണ്ടീഷൻ വെക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്തൊരു പ്രഷർ നിങ്ങൾക്ക് കൊടുക്കുകയാണ്. സോ ഒരു സമയത്താണ് നിങ്ങൾ ഡിലേ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ആക്ഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു പവർ തരുന്നത്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അതിൽ വർക്ക് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അത് നിങ്ങൾക്ക് അതിന്റെ മേലൊരു കൺട്രോൾ തരുന്നുണ്ട്, അതിന്റെ മേലെ കുറച്ചൊരു അധികാരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തൊരു കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തൊരു കാര്യം നിങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ. റൈറ്റ്, നിങ്ങൾ റിലേറ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, എന്ത് റിയലൈസേഷൻ ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് 41-14 കൈൻഡ് ഓഫ് ഒരു മിറർ പോലെ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് അധികാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ് മീൻ? ബിക്കോസ് നിങ്ങൾക്ക് ചില കാര്യത്തിന്റെ മേലെ ഒരു കൺട്രോൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിഫ്ലക്ട്, ഓപ്പോസിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിഫ്ലക്ട് എന്ന് പറയുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ മേലെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ട ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ചില കാര്യത്തിന്റെ മേലെ നിങ്ങൾക്ക് ആ ഒരു കൺട്രോൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് അതിലേക്ക് വേണ്ട ഒരു ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ മൈൻഡ് ആയിരിക്കാം, നിങ്ങളുടെ പ്രവൃത്തി ആയിരിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ലൈഫ് പേർപ്പസ് ഉണ്ട്, നിങ്ങൾക്കൊരു ലൈഫ് പാഷൻ ഉണ്ട്. സോ നിങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ് വേ. ഓക്കെ, സോ അതായത് നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നുണ്ടായിരിക്കണം. ഓക്കെ, അതിന്ന് ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കണം. അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, നിങ്ങൾ പോലും അറിയാതെ അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് റൈറ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരികയാണ്, നിങ്ങൾക്ക് അതിലേക്ക് റൈറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ കൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇനീഷ്യലി പറഞ്ഞതുപോലെ ഒരു ഹാർമണി ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ റൈറ്റ് ആയിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളെ കൂടുതൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് ധൃതി കാണിക്കുന്ന സമയത്ത്, പെട്ടെന്ന് പല പല ഇമോഷൻസ് നിങ്ങൾക്ക് വരുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ ലീഡ് ചെയ്യില്ല, അല്ലെ? പകരം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇതുപോലുള്ള ഇമോഷൻസ് നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് കൺട്രോൾ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്? സോ അവിടെ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ പേഷ്യൻസ് കാണിക്കുന്നുണ്ട്, റൈറ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്, നിങ്ങളുടെ ഇമോഷൻ സിറ്റുവേഷനോടൊക്കെ നിങ്ങൾക്ക് ആ ഒരു ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് ഫോക്കസ് ഉണ്ടാവുന്നുണ്ട് വേണ്ട കാര്യത്തിലേക്ക്. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, എന്തിലാണോ നിങ്ങൾ ക്ഷമ കാണിക്കുന്നത്, എന്തിലാണോ നിങ്ങൾ ഹോപ്പ് വെക്കുന്നത്, എന്തിലാണോ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ ഒരു ക്ഷമ എന്തൊരു കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈവൻ നമുക്ക് ഒരുപാട് റിയാക്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഒക്കെ ലൈഫിൽ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ യുക്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ
പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ ആർക്കും പറ്റും അല്ലെ? പെട്ടെന്ന് നമുക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങള്, പെട്ടെന്ന് നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങള്, പെട്ടെന്ന് ചില കാര്യങ്ങൾ നിർത്തിപ്പോവാനൊക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ അതിന്റെ എന്ത് സിറ്റുവേഷൻ ആയിട്ടാണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എത്ര ക്ഷമ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ വേണ്ട ഒരു ക്ഷമ കാണിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഈവൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, പല തവണ നിങ്ങൾ ശ്രമിച്ചിട്ട് വീണ്ടും അവിടെ നിങ്ങൾ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാഷൻ ആണെന്നുള്ളത്. സോ അങ്ങനെ വരുന്ന സമയത്ത് എത്ര ഫെയിലിയേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യോ? ഡെഫിനറ്റ്ലി നോ. മേ ബി നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാതിരിക്കാം, മേ ബി നിങ്ങളൊന്ന് സ്റ്റക്ക് ആവുമായിരിക്കാം, മേ ബി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, റൈറ്റ്? ആ ഒരു സമയത്ത് നിങ്ങളെ ഒന്നും ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നില്ല. ഈവൻ അതിൽ കുറച്ച് സമയം നിങ്ങൾ എടുത്താലും വീണ്ടും നിങ്ങൾ അതിലേക്ക് റീഫോക്കസ് ചെയ്യാണ്. ബിക്കോസ് നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹമാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. എന്തോ ഒരു ആഗ്രഹം നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ നിങ്ങളുടേതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, അതുകൊണ്ടാണ് എന്തൊക്കെ തടസ്സങ്ങൾ പുറത്തുണ്ടാവുന്ന സമയത്തും നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് പോകുന്നത്. എന്തോ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ളത്, അത് ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ സോൾ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഒരു ഡീപ്പസ്റ്റ് ഡിസയർ എന്താണെന്നുള്ളത് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. സോ അതുകൊണ്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ വേണ്ട ഗിവ് അപ്പ് ചെയ്യാം എന്ന് തോന്നുന്ന സമയത്തും സ്റ്റിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അതിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഒരു സമയത്ത് ശ്രമിച്ചു, ഓക്കെ വർക്ക് ആവില്ല, നിങ്ങൾക്കത് ശരിയാവില്ല എന്ന് വെച്ച് നിങ്ങൾ പോകുന്നു, വീണ്ടും ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നു, നിങ്ങൾ വീണ്ടും അത് ശ്രമിച്ചു നോക്കുന്നു, വീണ്ടും നിങ്ങൾക്കതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. മേ ബി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരിക്കണം, ബട്ട് സ്റ്റിൽ വീണ്ടും നിങ്ങൾ അതിലേക്ക് വരുന്നു. ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷമ കാണിക്കുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താണോ നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നോക്കുന്ന സമയത്ത് മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഈസ് സംതിങ് ഓൾറെഡി ഇൻ യുവർ ഡെസ്റ്റിനി. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ളതാണ്. സോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത്രയും ആഗ്രഹത്തോട് കൂടിയിട്ട് ഈവൻ ഒരു ഹോപ്പ് ഇല്ലാത്ത പ്ലേസിൽ നിങ്ങൾ ചില കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഫ്യൂച്ചറിൽ അത് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഓക്കെ, സോ എന്തൊരു കാര്യം ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഓൾറെഡി നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുള്ളത്. ഓക്കെ, ബട്ട് അല്ല, എന്തൊരു കാര്യം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങളുടെ സോളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ മേലെ, നിങ്ങളുടെ ഇമോഷൻസിന്റെ മേലെയാണ് നിങ്ങൾ ആ ഒരു പവർ കാണിക്കേണ്ടത്, നിങ്ങളുടെ ഒരു അധികാരം നിങ്ങൾ കാണിക്കേണ്ടത്. എക്സ്റ്റേണൽ ആയിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, പുറത്തായിരിക്കാം അത് ഉണ്ടായിരിക്കാം. ഓക്കെ, ദൂരെ ആയിരിക്കാം. നിങ്ങൾക്ക് ദൂരെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ ഒരുപാട് വഴികൾ നിങ്ങൾ പോകേണ്ടതായിട്ട് ഉണ്ടായിരിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടാണ് അവിടേക്ക് എത്തിച്ചെല്ലാൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, റൈറ്റ്? സോ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ബോദർ ചെയ്യേണ്ട കാര്യമല്ല. ഓക്കെ, എപ്പോഴൊക്കെ നിങ്ങളുടെ മൈൻഡിന് തോന്നാണ്, ജെന്യൂൻലി തോന്നാണ്, ട്രൈ വൺസ് അഗെയിൻ എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ചില ആളുകൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ഡിസബിലിറ്റിയാണ്. ഓക്കെ, ഇത് ആരെങ്കിലും നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. മേ ബി എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് കാഴ്ചക്കുറവുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ലെറ്റ് മീ നോ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ. കാഴ്ചയ്ക്ക് കുറവുള്ള ആളുകൾ, അതായിരിക്കാം നിങ്ങളുടെ ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്നത്, റൈറ്റ്? വാട്ട് ഈസ് ദാറ്റ്? എന്തൊരു ഡിസബിലിറ്റി ഉള്ള ആളുകൾ മേ ബി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ, ബിക്കോസ് ഇത് സ്പെഷ്യലി ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ,
സോ നിങ്ങൾ നിങ്ങളുടെ പുറമെ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതെല്ലാം നിങ്ങൾ ബോദർ ചെയ്യേണ്ടത്, അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണ്ട. അത് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യരുത്. എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ വീണ്ടും ശ്രമിച്ചു നോക്കാം അല്ലെങ്കിൽ വീണ്ടും നേച്ചർ ചെയ്യാൻ തോന്നുന്നോ, നിങ്ങൾ അപ്പോഴൊക്കെ ആ ഒരു കാര്യത്തിലേക്ക് വരാം. ഓക്കെ, ഒരു ടൈം കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വെളിച്ചത്തിലേക്ക് വരാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈറ്റിലേക്ക് വരാൻ. ഓക്കെ, നിങ്ങളുടെ ഒരു ടൈം. ബിക്കോസ് എന്താണോ ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നത്, ദാറ്റ് ഈസ് ഓൾറെഡി ദെയർ ഇൻ യുവർ ഫ്യൂച്ചർ. ഓക്കെ, അത് ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഐ ഡോണ്ട് നോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.